എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോണത് ഗുരുവായൂരിലേക്കാണ് കണ്ണനെ കാണാൻ. കുറച്ച് നാളായി നമ്മൾ പോകണമെന്ന് വിചാരിക്കണം. അങ്ങനെ പോയി ഇന്ന് നമ്മൾ കിഴക്കേ ഗോപുരനടയിലേക്കാണ് ചെന്ന് കയറുന്നത്. അകലെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പുതിയൊരു ഗോപുരനടയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു പ്രതിമയാണ്. ഇത് നമ്മൾ ഗേറ്റിൽ പുതിയ പടിവാതിലായിട്ട് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള കൃഷ്ണരൂപങ്ങളാണ്. ഇത് 4 എണ്ണം ഉണ്ട്, ഒന്നല്ല 4 എണ്ണം ഉണ്ട്. 2 സൈഡിലും തിരിഞ്ഞ് 2 ഗേറ്റിലുമായിട്ട് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മളത് നോക്കി നിന്ന് പോകും. നല്ല സ്വർണത്തിൻ്റെ കളറിൽ, നല്ല ലോഹത്തിൽ, നല്ല രസത്തിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണ്. നല്ലൊരു ഭംഗിയിൽ നമ്മൾ നോക്കി നിന്ന് പോകും. പിന്നെ നമ്മൾ നടന്ന് നീങ്ങി നടപ്പന്തലിലൂടെ നടന്ന് അങ്ങേറ്റത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ്. എന്ന് പോയാലും നമ്മൾ ഗുരുവായൂർ ഒരു തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോകാറ്. പക്ഷേ ഇന്നെന്തോ തിരക്ക് കുറവായിട്ടാണ് കണ്ടത്. സാധാരണ നമുക്ക് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് നമുക്ക് ഒഴിഞ്ഞ് തന്നെ കിടക്കുകയായിരുന്നു. നമ്മളെല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാനും കാണാനും ഒക്കെ പറ്റിയൊരു ദിവസം തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് അതിനിടയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഉദയാസ്തമന പൂജ ഇന്നിടയ്ക്കുള്ളത് കൊണ്ട് ഭക്തർക്ക് ഇടവിട്ട് ഈ ഒരു മണിമുഴക്കത്തിന് ഒരു പ്രത്യേകതയാണ്. ഇത് കേട്ടാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് മനസ്സിൽ. നമ്മുടെ കൃഷ്ണനെ കാണാൻ അത് കാരണം ഉള്ളിലേക്ക് കയറാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പുറത്തുള്ള നമ്മുടെ കണ്ണൻ നമുക്ക് നല്ല സുഖമായി തന്നെ തൊഴാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണ പന്തലൊക്കെ ഇന്ന് ഒഴിവായിട്ടാണ് ഉള്ളത്. കല്യാണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്പലത്തിൽ മൊത്തം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനും കറങ്ങാനും എല്ലാറ്റിനും പറ്റി. ഞാൻ ചുറ്റമ്പലത്തിലേക്ക് കടന്ന് നമുക്ക് അടിപ്രദക്ഷിണം ഉണ്ടായിരുന്നു. അടിപ്രദക്ഷിണമൊക്കെ ചെയ്ത് അതൊക്കെ നല്ല സന്തോഷമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ അടിപ്രദക്ഷിണമൊക്കെ ചെയ്തു. ഏറ്റവും ഉള്ളിലേക്ക് കയറണമെങ്കിൽ കുറച്ചധികം നേരം നിൽക്കായിരുന്നു. കാരണം ഇടവിട്ട് മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അത്രയും നേരം നിൽക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ കൃഷ്ണനെയൊക്കെ കണ്ട് അവിടെ നിന്ന് നല്ല ഉച്ചഭക്ഷണം നല്ലൊരു ഊട്ട് തന്നെ കഴിച്ച് സന്തോഷത്തോടു കൂടി പതുക്കെ ഇങ്ങനെ നടന്ന് നീങ്ങി നടപ്പന്തലിലെത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് കണ്ടത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇപ്പോഴും ഒരു സന്തോഷമുള്ള കാര്യമാണ്. തുളസിക്കതിര്, പഴം, വിഗ്രഹങ്ങൾ, മാലകൾ ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും സുഖമൊക്കെ നമുക്ക് തോന്നും. വേറെ ഏതോ ഒരു ലോകത്തെത്തിപ്പെട്ട ഒരു ഫീലാണ്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് സന്തോഷമായിട്ട് തന്നെ മനസ്സിനൊരു കുളിർമയാണ്. എന്തൊക്കെയോ ഭാരം അവിടെ അർപ്പിച്ച് പോരുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുക. എല്ലാ ദുഃഖങ്ങളും പരാതികളും എല്ലാം നമ്മൾ മറന്ന് നിൽക്കണം കുറച്ച് നേരമാണ് അവിടെയുള്ള നേരം. അങ്ങനെ എല്ലാം കണ്ട് ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരും. ഇതൊക്കെ കണ്ട് സന്തോഷത്തിൽ നിൽക്കും. അതൊന്നും കിട്ടേയില്ല. അങ്ങനത്തെ ആ ഒരു ഫീലിൽ തന്നെ നോക്കി നിന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ചിലവിട്ട് നമ്മൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സുഖമായി തിരിച്ചു പോന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും നമുക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.